അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്തെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നല്ലൊരു ഇലയുടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇലയൊക്കെ കിട്ടുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് ഇല കിട്ടി. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ലപോലെ വാടിപ്പോയി. എന്നാലും ഞാനത് കളയാതെ അതിൽ തന്നെ ഒരു ഇലയുടെ തയ്യാറാക്കി എടുത്തു. മാത്രമല്ല കുറച്ച് പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കറുത്തു പോയി. അപ്പോൾ കറുത്ത് കഴിയുമ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഭയങ്കര മടിയല്ല. അപ്പം ഇതാ നല്ല ഏത്തപ്പഴം പഴുത്തത് ഞാനിതാ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഒരു 3 പഴം. അതുപോലെ തന്നെ ഞാനിവിടെ ശർക്കരപ്പാനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അരിച്ചൊഴിച്ചതാ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയുടെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ എത്ര ആവശ്യമുണ്ടോ, ശർക്കരപ്പാനി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്ര തേങ്ങ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്, എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഉടനെ ചിരകിയത് തന്നെ എടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നൊന്നും ഇങ്ങനെയുള്ളതിന് എടുക്കാതിരിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് നെയ്യും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഈ ശർക്കരപ്പാനി ഈ തേങ്ങയിലൊക്കെ പിടിച്ച് കിട്ടണം. നല്ല മണമായിട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പം തന്നെ വീട് നിറച്ച് മണമാണ്. ഇനി വേണ്ടത് കുറച്ച് അവിൽ. ഇപ്പോൾ അവിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അവിൽ, വെള്ള അവിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടെല്ലാം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഞാനിതാ പഴം ഒരുവിധം ചൂടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ പഴം. അപ്പോൾ ആ സമയം നമുക്ക് അതൊന്ന് തോലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു വല്ലാത്തൊരു നാര് ഉണക്കൊരു സാധനമല്ല, അപ്പോൾ അതങ്ങ് ഞാൻ മാറ്റുക കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ കരികരാന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് മാറ്റുവാണേ. അപ്പോൾ അതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. എല്ലാം ഞാൻ അത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക കേട്ടോ. അതുപോലെ തന്നെ ഇനി നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നതല്ല. ഇപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും 6 ദിവസവും ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടാറുണ്ട്. എന്നാൽ ഇനി തൊട്ട് നമ്മളിടുന്നത് തിങ്കളാഴ്ച ഒരു വീഡിയോ, അത് കഴിഞ്ഞ് പിന്നെ നമ്മളിടുന്ന ബുധനാഴ്ച, അത് കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച. അപ്പോൾ ആഴ്ചയിൽ 3 വീഡിയോ ലൈവ് എല്ലാ ദിവസവും കഴിയുന്ന പരമാവധി രാവിലെ 7:30-ക്കൊക്കെ ലൈവ് തുടങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പഴം നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം വെട്ടി തിളച്ച വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് ആ ചൂടോടെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല മയത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ മാവ് കുഴയ്ക്കുന്നില്ല, അതിന് നല്ല മയമൊക്കെ കിട്ടുന്നു. അപ്പോൾ ശരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മാവ് ഇടേണ്ടി വരും. അപ്പോൾ ക്വാണ്ടിറ്റി കൂടിപ്പോകും. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം മാവ് ആദ്യം എടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നെയ്യൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതല്ലാതെ നമുക്ക് പഴം നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് നെയ്യിൽ വരട്ടിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇനി മാവ് ഒന്ന് കുഴച്ച് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കുഴച്ചെടുത്താൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ, വാഴയില ഇവിടെ കിട്ടുന്ന ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര, അല്ലെങ്കിൽ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം വാഴയില ഒന്ന് പഴുത്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കിത് കഴിക്കണം തോന്നിയപ്പോൾ ഞാനങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മാവ് ഉരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൈ കൊണ്ട് പരത്തി ബുദ്ധിമുട്ടേണ്ടതില്ല. ഇതുപോലെ ഒരു പാത്രം, ഒരു ഇല അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് നമുക്ക് നല്ലപോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് അമർത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും. കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, കണ്ടോ? അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാമല്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് തേങ്ങ അവലൊക്കെ ചേർത്ത കൂട്ട് നമുക്കിതിൽ എത്ര വേണമെന്ന് വെച്ചാൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇല നമുക്ക് മടക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇച്ചിരിയൊക്കെ ഒന്ന് കോരി കഴിക്കാറുണ്ട് കേട്ടോ. തേങ്ങയും അവലും
ആ ജീരകത്തിൻ്റെയും ആ ഏലക്കയുടെയൊക്കെ മണം, നെയ്യിൻ്റെയൊക്കെ മണം വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിടിച്ച് നിൽക്കാൻ തന്നെ പറ്റത്തില്ല. അപ്പോൾ അതാ ഒരെണ്ണം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ഞാൻ അതുപോലെ പരത്തുന്ന ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മാവ് ഉരുളയാക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇല ഇടുക, എന്ന് വെച്ചാൽ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് വില ഒന്നും കൊടുക്കേണ്ടതില്ല. മാവ് നല്ല പരുവത്തിന് കിട്ടിയാൽ അടിപൊളിയായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് ഫില്ലിങ് എത്ര വേണോ അത് ചേർത്ത് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചു. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ആവി കയറ്റി എടുക്കുന്ന തട്ട് ഉള്ളവർ അങ്ങനെ ഇടുക. അല്ലാത്തവർ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് തന്നെ ഉണ്ടല്ലോ, അത് നമുക്ക് വെച്ചതിന് ശേഷം എല്ലാം പറക്കി ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് ഒരു 10-18 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള ഇലയുടെ ഇവിടെ തയ്യാറാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇലയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വാഴയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മണവും നെയ്യുടെ മണവും ഏലക്കായുടെ മണവും നമ്മൾ ചേർക്കുന്ന നല്ല ജീരകത്തിൻ്റെ ഇതിൻ്റെയൊക്കെ മണം ചേർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര കഴിച്ചാലും മടുക്കത്തില്ല. നല്ല പൂ പോലത്തെ ഇലയുടെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. കാണാനും കഴിക്കാനും നല്ല അടിപൊളി ഇലയുടെ തന്നെയാണിത്. അപ്പോൾ ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാം. കണ്ടോ? അപ്പോൾ കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുതേ.